ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നും രാവിലത്തെ കുറച്ച് തിരക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ്. അപ്പോൾ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോഴേ ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന മാവ് കാണുമ്പോഴേ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ. അപ്പോൾ നല്ല പൂ പോലെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള റെസിപ്പി നമ്മൾ മുമ്പ് തസ്നി കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ അവിടെ നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഇഡ്ഡലി റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് തട്ടിലൊക്കെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇന്ന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറും കൂടെ പെട്ടെന്ന് ആക്കണം. അതുപോലെ തന്നെ ചോറിലേക്ക് കൊടുത്തു വിടുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി സ്റ്റീം ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതുപോലെ തന്നെ ചോറും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് അരിയും കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും. അപ്പോൾ അപ്പോഴേക്കും ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ഇഡ്ഡലി സ്റ്റീമായിട്ടുണ്ട്. അത് പുറത്തെടുക്കുക. അപ്പോൾ കണ്ടോ നല്ലതായിട്ട് പൊങ്ങി വരുന്ന അടിപൊളി ഇഡ്ഡലിയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് ഈ ഇഡ്ഡലി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചോറ് ഇറക്കി വെച്ചു. അവരടുപ്പിൽ തന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചായയിലും മധുരമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് സാമ്പാറാണ്. തേങ്ങ അരച്ചൊഴിക്കാത്ത സാമ്പാറും അതുപോലെ തന്നെ സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവരവിടെ നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് സൺഡേ മോർണിംഗ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ലഞ്ച് ബോക്സ് റെസിപ്പി ഇല്ല, മോൾക്ക് സ്കൂളില്ലാത്തത് കാരണം. അപ്പോൾ ഹസ്ബൻഡിന് ചോറാക്കുന്നതാണിത്. അപ്പോൾ നാരങ്ങാച്ചാറാണ് വെക്കുന്നത്. അതിൻ്റെ റെസിപ്പി മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്കായിട്ട് അല്പം സാമ്പാറും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തുള്ള ചിക്കൻ ഫ്രൈയും കൂടെ വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ലഞ്ച് ബോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്